ഈ നിൽക്കുന്നത് കുറുങ്ങപ്പള്ളി എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കുതിരപ്പന്തിക്ക് സമീപം കുലശേഖരപുരം പഞ്ചായത്തിൽ വിട്ടൂരം തുറന്നേട്ടാ കൊല്ലായിത്തറയിൽ സഹദേവൻ. നമ്മളെല്ലാവരും ഇദ്ദേഹത്തെ ഒന്ന് കണ്ടു പഠിക്കേണ്ടതാണ്, ഒരു പാഠമായിരിക്കണം. കാരണം എന്ന് വെച്ചാലേ ഒരു കർഷകൻ എങ്ങനെയായിരിക്കണം, ദീർഘവീക്ഷണമുള്ളവനായിരിക്കണം. സ്വന്തം കൃഷിഭൂമി എങ്ങനെയാണ് അതല്ല ചേട്ടനല്ലേ കൃഷി ചെയ്തേ, കൃഷി ചെയ്യുന്നവനാ കർഷകൻ, അല്ലാതെ ഭൂമിയുടെ ഉടമസ്ഥൻ എങ്ങനെയാ? ഭൂമിയുടെ ഉടമസ്ഥൻ ജന്മിയാ, മനസ്സിലായില്ലേ? പക്ഷേ അത് എങ്ങനെയാണ് ഒരു 10-20 സെന്റ് 20 സെന്റ് കാണത്തില്ലേ? ഇത് 50 സെന്റ്. ഈ 50 സെന്റ് സ്ഥലം ഇന്ന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമമായിട്ട് അങ്ങ് മാറ്റിക്കളഞ്ഞ അദ്ദേഹത്തിന് ദീർഘവീക്ഷണത്തിനാണ് നമ്മൾ സല്യൂട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കൃഷിഭൂമിയെ എങ്ങനെ നമുക്ക് ഉപയുക്തമാക്കാമെന്ന് സഹദേവൻ ചേട്ടൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ആൾക്കാരും ഇങ്ങോട്ട് ഒഴുകിയെത്തണം. ഈ നമ്മുടെ സഹദേവൻ ചേട്ടൻ്റെ ഈ ഉദ്യമത്തെ നമുക്ക് പുകഴ്ത്തണം. ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് നമ്മുടെ ചേട്ടന് കൊടുത്തില്ലെങ്കിൽ അത് വലിയ കഷ്ടമായിരിക്കും. കാരണം നമ്മുടെ കേരളത്തിൽ നെല്ലും എള്ളും ചീനിയും മാത്രം കൃഷി ചെയ്ത് ജീവിച്ച, അല്ലെങ്കിൽ അങ്ങനെ ശീലിച്ച നമുക്ക് സൂര്യകാന്തിയും അതുപോലെയുള്ള നമ്മളിപ്പോൾ തന്നെ ബന്ദിയും ജമന്തിയും ഒക്കെ നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങി. നമുക്ക് സൂര്യകാന്തി നമ്മുടെ പാടങ്ങളിൽ സമൃദ്ധമായി വിളയുമെന്ന് സഹദേവൻ ചേട്ടൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ കാർഷികശ്രീ അവാർഡ് ഒരുപക്ഷെ സഹദേവൻ ചേട്ടന് കൊടുത്തിട്ട് വേണം നമുക്ക് കൊടുക്കണം. അതിനുവേണ്ടി ശുപാർശ ചെയ്യുമെന്ന് നമ്മുടെ കൃഷി വകുപ്പ് അതിനുവേണ്ടി ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ചേട്ടന് ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു ചേട്ടാ.